എല്ലാവർക്കും ടെക്ലേമാറ്റിലെ സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ അണ്ടർ 15K ബെസ്റ്റ് സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. സോ ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആണ്. ഇതിന്റെ പേരാണ് iQOO Z10X. നമുക്ക് Z10X കുറിച്ച് അറിയാം. അണ്ടർ 15K ബെസ്റ്റ് പെർഫോമൻസ് സ്മാർട്ട് ഫോൺ തന്നെയായിരുന്നു. സ്നാപ്ഡ്രാഗൺ 16 വെച്ചായിരുന്നു ആ സ്മാർട്ട് ഫോൺ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് അതിന്റെ ഒരു സക്സസർ ആണ്. നമുക്ക് ഇവിടെ ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്നത് പറഞ്ഞാൽ ഏപ്രിൽ 11 ഈ മാസം ഏപ്രിൽ 11 ഇത് ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്നത്. ഡിസൈൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ മേളിൽ കാണുന്ന സ്മാർട്ട് ഫോൺ ആണത്. Z10X നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. സോ നമ്മളിനി ബിൽഡ് നമ്മൾ നോക്കുവാണെങ്കിൽ 8.1 മില്ലിമീറ്റർ ആണ് തിക്നെസ് വരുന്നത്. 209 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. ഫുൾ പ്ലാസ്റ്റിക് ബിൽഡ് ആണ്. പ്ലാസ്റ്റിക് ബാക്ക്, പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരുന്നത്. IP64 റേറ്റിംഗ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാൻ ആണ് വരുന്നത്. സോ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. എക്സ്പെക്ടഡ് ആണ്, കാരണം ഈ പ്രൈസ് റേഞ്ചിൽ ഇത്ര നമുക്ക് കിട്ടത്തുള്ളൂ. ഡിസ്പ്ലേ ആണ് നോക്കുവാണെങ്കിൽ ഒരു ലാർജർ ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.72 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് 120 ഹെർട്സിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റും 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. പിന്നെ നല്ല ബ്രൈറ്റ് ആണ് ഡിസ്പ്ലേ തന്നെയാണ്. 1050 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. പിന്നെ ഇതിന്റെ പ്രൊട്ടക്ഷൻ ആയിരുന്നു പറഞ്ഞിട്ടില്ല. മിക്കവാറും പാൻഡ ഗ്ലാസ് പോലത്തെ ഗ്ലാസ് ഒക്കെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. സോ ഡിസ്പ്ലേ വെച്ച് നോക്കുവാണെങ്കിൽ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ തന്നെയായിരിക്കും ഈ സ്മാർട്ട് ഫോൺ ഉള്ളത്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ അത്യാവശ്യം നല്ല തന്നെയായിരിക്കും. പിന്നെ ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെ ഹെഡ്ഫോൺ ജാക്ക് ഇല്ലെന്നാണ് കേൾക്കുന്നത്. നമ്മൾ ഈ പെർഫോമൻസിലാണ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് പറഞ്ഞാൽ അണ്ടർ 15K ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റ് തന്നെ ആയിരിക്കും ഇത്. MediaTek Dimensity 7300 ആണ് നമുക്ക് കിട്ടുന്നത്. കിട്ടുക്കൻ ചിപ്സെറ്റ് ആണ്. പെർഫോമൻസ് ഓറിയന്റഡ് ചിപ്സെറ്റ് തന്നെയാണ്. എഫിഷ്യന്റ് ആണ്. ഹീറ്റിംഗ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചിപ്സെറ്റ് തന്നെയാണ്. പിന്നെ സ്പെക്കിംഗ് കണക്കാണ് കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് കേട്ടില്ല. മിക്കവാറും കാണാൻ സാധ്യത കുറവാണ്. സോ ചിപ്സെറ്റ് അടിപൊളി തന്നെയാണ്. അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അടിപൊളി പെർഫോം ചെയ്യുന്ന ചിപ്സെറ്റ് ആണ്. നേരത്തെ നമുക്കൊരു 17,000-18,000 കിട്ടിക്കൊണ്ടിരുന്ന ചിപ്സെറ്റ് ആണ് നമുക്കിപ്പോൾ അണ്ടർ 15K വരുന്നത്. നമ്മളിതിന് സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 6,79,810 ആൻഡ്രോയിഡ് വെർഷൻ 10 സ്കോർ. CPU 2,15,379, GPU 1,47,476 ആണ് വരുന്നത്. അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ. OS നമ്മൾ നോക്കുകയാണെങ്കിൽ FunTouch 15 ആണ്. ആൻഡ്രോയിഡ് 15 ഔട്ട് ഓഫ് ദ ബോക്സ്. 2 വർഷം സ്റ്റാൻഡ് അപ്ഡേറ്റും 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. FunTouch OS അത്യാവശ്യം ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു OS തന്നെയാണ്. പിന്നെ ഗെയിമിങ്ങിന് പറ്റിയൊരു OS തന്നെയാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്പാം നോട്ടിഫിക്കേഷനും ഇച്ചിരി നമ്മൾ ഇച്ചിരി മെനക്കെടണം ഒന്ന് അതിന് നോട്ടിഫിക്കേഷൻസും പിന്നെ ബ്രോഡ്ബാൻഡ്സ് ഒക്കെ ഒന്ന് കളയാനായിട്ട് അത്രേ ഉള്ളൂ. ക്യാമറ കൊണ്ട് നോക്കുവാണെങ്കിൽ ശരിക്കും ക്യാമറ ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ അല്ല, ഒരു ഗെയിമിംഗ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആണ് അണ്ടർ 15K. സോ അത് പ്രതീക്ഷിച്ച് വേണം നമ്മളിവിടെ ക്യാമറ കാര്യം നമ്മൾ നോക്കാൻ. പ്രൈമറി 50 മെഗാ-പിക്സൽ f1.8 ആപ്ചർ വരുന്നൊരു സെൻസറാണ് വരുന്നത്. 4K 30 FPS ആണ് മാക്സിമം. പിന്നെ 2 മെഗാ-പിക്സൽ ഡെപ്ത് സെൻസർ ആണ് വരുന്നത്. സെൽഫി നമുക്ക് 16 മെഗാ-പിക്സൽ സെൽഫി ക്യാമറ 1080p 30 FPS. ഒരു ആവറേജ് ആയിട്ടുള്ള പിക്സ് ഒക്കെ നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റും. ബാറ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ 6500 mAh ബാറ്ററി, 44 വാട്ടിന്റെ ചാർജർ ബോക്സിൽ കിട്ടും. സോ 0 to 100% ഒരു മണിക്കൂർ 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ആവും. സോ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ആയിട്ടാണ് വരുന്നത്. നമുക്ക് iQOO Z10X നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് ബാറ്ററി വേണമല്ലോ. 3 കാര്യങ്ങളാണ് ആ ഗെയിമിങ്ങിന് വേണ്ട: ഡിസ്പ്ലേ, ചിപ്സെറ്റ്, ബാറ്ററി. 3 ഇതിനുണ്ട്. പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ 3 ഫീച്ചേഴ്സ് ഈ സ്മാർട്ട് ഫോൺ അത്യാവശ്യം തന്നെ വരുന്നുണ്ട്. പിന്നെ കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ 5G ആയിരിക്കും, Wi-Fi 6, Bluetooth 5.4, IR ബ്ലാസ്റ്റർ എന്തായാലും വരും. പിന്നെ USB Type-C 2.0. പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും കണക്ടിവിറ്റി ഫീച്ചേഴ്സും നമുക്കിവിടെ വരുന്നുണ്ട്. പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ 3-4 വേരിയന്റ് എന്തായാലും അവൈലബിൾ ആണ്. 6GB 128, 8GB 128, 8GB 256 ഒക്കെയാണ് വരുന്നത്. എക്സ്പെക്ടഡ് പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു അണ്ടർ 16K ഒരു 16,000 രൂപ താഴെ. ആ ടോപ്പ് എൻഡ് വേരിയന്റ് ആയിരിക്കും 16,000 രൂപ താഴെ. നമുക്ക് 8GB 128 നോക്കുകയാണെങ്കിൽ ഒരു 15,000 രൂപ റേഞ്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അണ്ടർ 16-15K ആയിരിക്കും ഈ സ്മാർട്ട് ഫോൺ എന്തായാലും വരുന്നത്. ആ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് സ്മാർട്ട് ഫോൺ തന്നെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ. ഇത് അത്യാവശ്യം നല്ല മൾട്ടിമീഡിയ എക്സ്പീരിയൻസും ഗെയിമിങ്ങും തരുന്നൊരു സ്മാർട്ട് ഫോൺ തന്നെ ആയിരിക്കും. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏപ്രിൽ 11 നമുക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മുടെ iQOO Z10X കുറിച്ചുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.